ഹാസ്യത്തിൽ പടർന്ന അഭിനയശൃംഗം കീഴടക്കി മലയാളത്തിന്റെ ചിരിയുടെ ആശാൻ മടങ്ങി. സലിം കുമാറിന് വിട നൽകി ലാഫിംഗ് വില്ലയും ജന്മനാടും ചങ്ങാതിമാരും. വീട്ടുവളപ്പിൽ മതപരമായ ചടങ്ങുകളില്ലാതെ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാരം. തീ പകർന്നത് മക്കളായ ചന്തുവും ആരോമലും ചേർന്ന്. മൃതദേഹം ചിതയിലേക്കെടുത്തത് കോൺഗ്രസ് പതാക പുതപ്പിച്ച്. ചിരിയുടെ സാമ്രാട്ടിനെ അവസാന നോക്ക് കാണാൻ പറവൂർ ടൗൺ ഹാളിലേക്കും വീട്ടിലേക്കും അണമുറിയാതെ ഒഴുകിയെത്തിയത് ആയിരങ്ങൾ. അന്ത്യാഞ്ജലി അർപ്പിച്ച് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ. അനുശോചനം രേഖപ്പെടുത്തി പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെ അവിസ്മരണീയ പ്രകടനം കാഴ്ചവെച്ച പ്രതിഭയെന്ന് നരേന്ദ്രമോദി. പ്രിയ സുഹൃത്തിന്റെ വിയോഗവേദനയിൽ വികാരാധീനനായി മുഖ്യമന്ത്രി. സലിം കുമാറിന്റെ മക്കളെ നെഞ്ചോട് ചേർത്ത് കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച് വി.ഡി. സതീശൻ. നഷ്ടപ്പെട്ടത് സഹോദര തുല്യനെയെന്ന് മുഖ്യമന്ത്രി. അവസരങ്ങൾക്കായി രാഷ്ട്രീയ ബോധ്യങ്ങളിൽ ഒരിക്കലും സലിം കുമാർ വെള്ളം ചേർത്തില്ലെന്നും സതീശൻ. എനിക്കൊരു സഹോദര തുല്യനായ ഒരാളെയാണ് അക്ഷരാർത്ഥത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഏത് തിളച്ചുമറിഞ്ഞ കാലാവസ്ഥയിലും തൻ്റെ ഉറച്ച രാഷ്ട്രീയ ബോധ്യത്തിന് ഒട്ടും വെള്ളം ചേർക്കാത്ത ഒരാൾ കൂടിയാണ് എൻ്റെ സ്നേഹിതനെന്ന് എനിക്ക് അഭിമാനമുണ്ട്. പ്രിയ സഹപ്രവർത്തകന്റെ ഓർമ്മകളിൽ വിങ്ങി മലയാള സിനിമാ ലോകം. ചിരിപ്പിച്ച സലിം ഇപ്പോൾ കരയിപ്പിക്കുന്നുവെന്ന് മമ്മൂട്ടി. എക്കാലത്തും പൗരബോധം കാത്തുസൂക്ഷിച്ച നടനെന്ന് മോഹൻലാൽ. കാലഘട്ടത്തിന്റെ പ്രതിഭയെന്ന് സുരേഷ് ഗോപി. നിർഭയത്തോടെ നിലപാടുകൾ പറയുന്ന വ്യക്തിയെന്ന് ജയറാം. തൻ്റെ നിലപാടുകൾ എപ്പോഴും ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും ഏതൊരവസരത്തിലും ഏതൊരു വേദിയിലും അത് തൻ്റെ പ്രൊഫഷനെ ബാധിക്കുമോ എന്നുള്ളതൊന്നും നോക്കാതെ ആ നിലപാടുകൾ വെട്ടിത്തുറന്ന് പറയാൻ ധൈര്യമുള്ള ഒരു വ്യക്തിത്വമുള്ള മനുഷ്യനായിരുന്നു. അങ്ങനെ തന്നെ നമ്മൾ പ്രകാശം പരത്തുന്നതെന്ന് പറഞ്ഞ പോലെ ഒരു തമാശകളെ പരത്തിക്കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യനാണ്. എൻ പ്രശാന്തും ബി അശോകും തിരികെ സർവീസിലേക്ക്. IAS ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പിൻവലിച്ച് സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങി. എൻ പ്രശാന്ത് സർവീസിൽ തിരികെ എത്തുന്നത് 2 വർഷത്തിനു ശേഷം. ബി അശോക് സസ്പെൻഷനിലായത് 1.5 മാസം മുൻപ്. ജനങ്ങൾക്ക് ഇരുട്ടടിയായി വീണ്ടും പാചകവാതക വില വർധന. വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിന് 29 രൂപ കൂട്ടി. കേരളത്തിൽ സിലിണ്ടറിന്റെ വില 951 രൂപ കടന്നു. വില കൂട്ടുന്നത് 3 മാസത്തിനിടെ ഇത് 2ാം തവണ. വില വർധനവിനെ ന്യായീകരിച്ച് കേന്ദ്രം. ഇന്ത്യയിലാണ് ഇന്ധനത്തിന് ഏറ്റവും വില കുറവെന്ന് വാദം. ഇന്ത്യ സഖ്യത്തിൽ നിലപാട് കടുപ്പിച്ച് CPIM. തെരഞ്ഞെടുപ്പ് കാലത്ത് BJP CPIM ഡീൽ ആരോപിച്ചതിൽ കോൺഗ്രസിനെ അതൃപ്തി അറിയിച്ച് MA ബേബി. നിലപാട് വ്യക്തമാക്കണമെന്നാവശ്യപ്പെട്ട് മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്ക് കത്ത്. പിണറായി വിജയനെതിരെ ED നടപടി ആവശ്യപ്പെട്ട രാഹുലിന്റെ പരാമർശത്തിലും വിയോജിപ്പ്. ഇന്ത്യ സഖ്യത്തിന്റെ നിർണായക യോഗം നാളെ. സംസ്ഥാനത്ത് തോരാതെ പെരുമഴ പെയ്ത്ത് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നാളെ കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിൽ അതിശക്ത മഴയ്ക്ക് സാധ്യത. ശക്തമായ കാറ്റും വീശിയേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി ജില്ലയിലെ മലയോര മേഖലയിൽ രാത്രി യാത്രയ്ക്ക് നിരോധനം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. സംസ്ഥാനത്ത് കനത്ത മഴയിൽ വിവിധ ജില്ലകളിൽ നാശം. പത്തനംതിട്ട തണ്ണിത്തോട് സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര ശക്തമായ കാറ്റിൽ പറന്നുപോയി. അപകടം ഒഴിവായത് അവധി ദിനമായതിനാൽ. കണ്ണൂർ മട്ടന്നൂരിൽ കനത്ത മഴയിൽ കെട്ടിടം തകർന്നു വീണു. ഇടുക്കി കട്ടപ്പനയിൽ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിന് മുകളിലേക്ക് മരം വീണ് അപകടം. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനെ പരിഹസിച്ച് അമ്പലപ്പുഴ MLA G. സുധാകരൻ. പിണറായി നിയമസഭയിൽ നനഞ്ഞ കോഴി. സഭയിൽ V.D. സതീശനെതിരെ പറയാൻ CPIM നേതാക്കൾക്ക് കഴിയുന്നില്ല. KN ബാലഗോപാലിന് മിണ്ടാട്ടമില്ല. ഇടതുപക്ഷത്തിന്റെ പ്രകടനത്തിൽ സങ്കടമെന്നും സുധാകരൻ. പ്രതിപക്ഷത്തെ നയിക്കേണ്ടത് പിണറായി വിജയൻ തന്നെയെന്ന് തളിപ്പറമ്പ് MLA TK ഗോവിന്ദൻ. പ്രതിസന്ധി ഘട്ടത്തിൽ പിണറായി പ്രതിപക്ഷ നേതാവാകുന്നത് പാർട്ടിക്ക് നല്ലത്. പിണറായി പ്രവർത്തന ശൈലി മാറ്റണം. പാർട്ടി സെക്രട്ടറി സ്ഥാനം MV ഗോവിന്ദൻ ഒഴിയണമെന്നും TK ഗോവിന്ദൻ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ.
ധവളപത്രം AI നിർമ്മിതമെന്ന തോമസ് ഐസക്കിന്റെ വിമർശനം തള്ളി വിദഗ്ധ സമിതി അധ്യക്ഷൻ ഡോക്ടർ KM ചന്ദ്രശേഖർ. AI ഉപയോഗിച്ചത് ഫോർമാറ്റിംഗിന് മാത്രം. ധവളപത്രം പൂർണ്ണമായും എഴുതി തയ്യാറാക്കിയത് തന്റെ നേതൃത്വത്തിലെന്നും ചന്ദ്രശേഖർ. CMRL എക്സാലോജി കേസിൽ വീണ തൈക്കണ്ടിയിലിനെതിരെ തുടർ നടപടികളിലേക്ക് ഇടി. SFIO കസ്റ്റഡിയിലെടുത്ത രേഖകൾക്കായി എറണാകുളം PMLA കോടതിയെ സമീപിച്ചു. വീണയും CMRLും തമ്മിലുണ്ടാക്കിയ കരാറടക്കം 134 രേഖകൾ വേണമെന്നാവശ്യം. കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച് SIT. ഇടത് സൈബർ ഗ്രൂപ്പ് അഡ്മിന്റെ ഫോൺ ശാസ്ത്രീയ പരിശോധനയ്ക്ക്. സ്ക്രീൻഷോട്ട് ആദ്യം വന്നത് വടകര സ്ക്വാഡ് എന്ന വാട്സാപ്പ് ഗ്രൂപ്പിലെന്ന് കണ്ടെത്തൽ. പോരാളി ഷാജി ഉൾപ്പെടെയുള്ള പേജുകളുടെ അഡ്മിന്മാരെയും ചോദ്യം ചെയ്യും. AKG സെന്ററിന് മുൻപിൽ മുദ്രാവാക്യം മുഴക്കിയ ആളെ അനുനയിപ്പിച്ച് തിരിച്ചയച്ച് EP ജയരാജൻ. പത്തനംതിട്ടയിൽ നിന്നുള്ള ലോക്കൽ കമ്മിറ്റി അംഗം പവനൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ ആളെത്തിയത് ജസ്റ്റിസ് ഫോർ CPIM, ജസ്റ്റിസ് ഫോർ മീ എന്നെഴുതിയ ബോർഡ് കഴുത്തിൽ തൂക്കി. സംഭവം CPIM സംസ്ഥാന കമ്മിറ്റി ആരംഭിക്കുന്നതിന് മുൻപേ. തൃശൂർ മണ്ണൂത്തിയിൽ വൻ കവർച്ച. ഒല്ലൂക്കരയിൽ ഗ്രഹനാഥനെ കെട്ടിയിട്ട് 45 പവൻ സ്വർണം കവർന്നു. ഹിന്ദി സംസാരിക്കുന്ന 3 പേർ വീടിനകത്ത് കയറിയത് ഗ്രില്ല് കുത്തിപ്പൊളിച്ച്. സംഭവം പുലർച്ചെ 3 മണിയോടെ. പാലക്കാട് KSRTC ബസ് ഡിപ്പോയിൽ നിന്ന് മോഷ്ടിച്ചു കടത്താൻ ശ്രമം. ജീവനക്കാർ പിന്തുടർന്നതോടെ ബസ് ഉപേക്ഷിച്ച് മോഷ്ടാവ്. ബസ് കണ്ടെത്തിയത് മംഗളം ടവറിന് സമീപത്ത്. മോഷ്ടാവിനെ കണ്ടെത്താൻ അന്വേഷണം. പുനലൂർ മൂവാറ്റുപുഴ ദേശീയപാതയിൽ വീണ്ടും ജീവനെടുത്ത് വാഹനാപകടം. കോന്നി കലഞ്ഞൂരിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. 3 പേർക്ക് ഗുരുതര പരിക്ക്. ഇടിയുടെ ആഘാതത്തിൽ ലോറി സമീപത്തെ തോട്ടിലേക്ക് മറിഞ്ഞു. കോഴിക്കോട് അഴുക്കുചാലിൽ നിന്ന് ഇതര സംസ്ഥാന തൊഴിലാളിയെ രക്ഷപ്പെടുത്തിയ സംഭവത്തിൽ വഴിത്തിരിവ്. തൊഴിലാളി അപകടത്തിൽപ്പെട്ടതല്ലെന്ന് പോലീസ്. സുഹൃത്തുക്കളുമായുള്ള തർക്കത്തിനിടെ ഒളിച്ചിരുന്നതെന്ന് കണ്ടെത്തൽ. ജോലിക്കായുള്ള യാത്രക്കിടെ യുവാവ് കോഴിക്കോട് എത്തിയത് ഇന്നലെ. Hitler's favorite word, Hydra. His core team called Hydra, who can assassinate anyone. So I have taken inspiration from Hitler. I have named as a Hydra. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ ഹിറ്റ്ലർ പരാമർശം വിവാദത്തിൽ. കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനുള്ള ഏജൻസിക്ക് ഹൈഡ്ര എന്ന പേരിടാൻ പ്രചോദനം അഡോൾഫ് ഹിറ്റ്ലർ. ആരെയും കൊല്ലാൻ അധികാരമുള്ള സംഘമെന്ന ആശയം പ്രചോദിപ്പിച്ചെന്നും രേവന്ത്. പരാമർശത്തിൽ മാപ്പു പറയണമെന്ന് BJPയും BRSും. മണിപ്പൂർ കലാപത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്നവരിൽ 731 പേർ മരിച്ചെന്ന് ആഭ്യന്തര മന്ത്രാലയം. 43,000 പേർ ഇപ്പോഴും ക്യാമ്പുകളിൽ. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് 9 ജില്ലകളിലെന്നും വിവരാവകാശ രേഖ. ഹോർമുസിൽ 2 ഇറാനിയൻ ഡ്രോണുകൾ വെടിവെച്ചിട്ടെന്ന് അമേരിക്കൻ സൈന്യം. സമുദ്ര ഗതാഗതത്തിന് തടസ്സം സൃഷ്ടിച്ച ഡ്രോണുകളാണ് വെടിവെച്ചിട്ടത് എന്ന് വാദം. അനിശ്ചിതത്വങ്ങൾക്കിടെ തുടർ ചർച്ചകൾക്കായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ടെഹ്റാനിൽ. നൈജീരിയയിൽ ഭീകരർ തടവിലാക്കിയ 360 പേരെ മോചിപ്പിച്ച് സൈന്യം. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘത്തെ മോചിപ്പിച്ചത് മന്ദാര മലനിരകളിൽ നിന്ന്. ഗോത്രവിഭാഗങ്ങളിൽ നിന്നുള്ളവരെ തട്ടിക്കൊണ്ടുപോയത് ബൊക്കോ ഹറാം ഭീകര സംഘടനയുടെ മുൻനിര വിഭാഗമായ ജാസ്. മാധ്യമപ്രവർത്തകരെ തുറുങ്കിലടച്ചതിനെതിരെ ടുണീഷ്യയിൽ ശക്തമായ പ്രതിഷേധം. മാധ്യമ സ്വാതന്ത്ര്യത്തിനും പ്രസിഡന്റിന്റെ അടിച്ചമർത്തലുകൾക്കുമെതിരെ പ്രതിഷേധിച്ചവരെ ജയിൽ മോചിതരാക്കണമെന്നും ആവശ്യം. പ്രതിപക്ഷ പാർട്ടി നേതാക്കളും തടങ്കലിൽ. ഇന്ത്യക്കെതിരായ ടെസ്റ്റിൽ അഫ്ഗാനിസ്ഥാൻ പതർന്നു. ആദ്യ ഇന്നിംഗ്സിൽ അഫ്ഗാന് 5 വിക്കറ്റ് നഷ്ടം. അഫ്ഗാൻ 451 റൺസിന് പിന്നിൽ. ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ അടിച്ചെടുത്തത് 564 റൺസ്. അരങ്ങേറ്റത്തിൽ മാനവ് സുതാറിന് 3 വിക്കറ്റ്. റോളാങ് ഗ്യാരോസിലെ പുതിയ രാജാവിനെ ഇന്നറിയാം. ആദ്യ ഗ്രാൻഡ് സ്ലാം കിരീടം ലക്ഷ്യമിട്ട് സ്വരേവും കൊബോളിയും നേർക്കുനേർ. ആവേശ ഫൈനൽ പോരാട്ടം അല്പസമയത്തിനകം. ഫിഫ ലോകകപ്പിൽ പങ്കെടുക്കുന്ന ഇറാന് കടുത്ത നിയന്ത്രണങ്ങളുമായി അമേരിക്ക. മത്സര ദിവസം മാത്രം രാജ്യത്ത് പ്രവേശിക്കാൻ അനുമതി. മത്സരം കഴിഞ്ഞാൽ ഉടൻ മെക്സിക്കോയിലേക്ക് മടങ്ങണമെന്നും നിർദ്ദേശം. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത് വിസ അനുമതിയിൽ. ഇറാന്റെ ഗ്രൂപ്പ് മത്സരങ്ങളെല്ലാം നടക്കുന്നത് അമേരിക്കയിൽ. ലോകകപ്പിന് മുൻപുള്ള അവസാന സൗഹൃദ മത്സരത്തിന് ലൂക്ക മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യ. എതിരാളികൾ സ്ലൊവേനിയ. ഹക്കീമിയുടെ മൊറോക്കോ ഹാലൻഡിന്റെ നോർവേയെ നേരിടും. മത്സരങ്ങൾ രാത്രി 12:15 മുതൽ.